തന്റെ മോന്തക്ക് തീ പിടിച്ച ഒറ്റ ആന്തല കട മുഴുവൻ കത്തിപ്പോവും. ലഡു ഒക്കെ ഉണ്ടല്ലോ. ചേട്ടാ ഈ ചെറുപഴം എന്താവല? ചേട്ടാ ഡെറ്റോൾ ഉണ്ടോ? ഇല്ല, ചമ്മന്തി ഉണ്ട്. ചമ്മന്തി വെച്ച് ആരെങ്കിലും കൈ ഒഴുകോളൂ. കുറച്ച് ചൂടുവെള്ളം തന്നെ. നാളെ കണിയുണ്ടതാവും. തനിക്കൊരു ജെട്ടി ഇട്ടുടോ. ഞാനിവിടത്തെ പോയി ആരെ പോയി ബീച്ചൊക്കെ നിറച്ചല്ലോ. എന്റെ അപ്പന്റെ പ്രായം ഉണ്ടല്ലോ. കള്ളൻ ഇങ്ങടെ ഇറങ്ങി വാ. ഇവിടെ നല്ല ചാകരയുള്ളൂ. നല്ല ഉരുപ്പടികൾ കുറെ വന്നിറങ്ങിയിട്ടുണ്ട്. ഇതൊന്നും മറ്റേ കേസല്ല, എല്ലാം കുടുംബത്തിൽ പറഞ്ഞവരാ. ആവേശത്തിൽ കയറി പിടിച്ച് കൂടുതൽ കുഴപ്പമുണ്ടാക്കല്ലേ സാറേ. അതെന്താ നമ്മൾ കുടുംബത്തിൽ പറഞ്ഞവർ തന്നെയല്ലേ? കുടുംബത്തില്ല. ആര്? ഹംസക്കയാ? പതുക്കെ. ഇവിടെ എന്റെ പേര് ഹംസക്കോയ എന്നല്ല, കർത്ത എന്നാണ്. കർത്തായ? അപ്പൊ സാറ് മതം മാറിയാ? ഇല്ല, പേര് മാറി. ഇവിടെ രാമൻ കർത്ത എന്നുള്ള പേരിലാണ് ഞാൻ മുറിയെടുത്തിരിക്കുന്നത്. നമ്മള് ബീവിക്ക് എനക്കൊരു സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതെ, ഇവിടെ ഇത് നല്ല ഐറ്റം ഒന്ന് എന്നെ വിവരം അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഒറ്റയ്ക്ക് കയ്യും വീശി വന്നിരിക്കല്ലേ? അല്ല, ഒരെണ്ണം ഇവിടെ വരും. നമ്മള് ജോസ് അയക്കുന്ന ആളാ. അവരെന്നോ നാളെ ഇവിടെ എത്തും. ആള് കൊള്ളാമെങ്കിൽ നമ്മൾ കെട്ടിക്കോളാന്ന് പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ കാശ് കൊടുത്തു വിടും. കൊച്ചു കള്ളൻ. നമ്മളും പരിചയമല്ല. ഇങ്ങനെയൊക്കെയല്ല ഓരോരുത്തരെ പരിചയപ്പെടാ. എന്നാ പിന്നെ വളച്ചിട്ടില്ലാതെ കാര്യം പറയാലോ. അല്ല, കാശ് എത്ര വേണം? അങ്കിൾ? അത് അങ്കിൾന്നോ ചേട്ടനോ എന്ത് വേണേ വിളിച്ചോ, പ്രശ്നമില്ല. കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം. അതെ അതെ അതെ. കാശിപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, കാശ് ഞാൻ മുറിയിലേക്ക് കൊണ്ടുവരാ. മതി 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 മതി. എപ്പോ വരണു? എപ്പോ വേണമെങ്കിലും വന്നോളൂ. എന്തായാലും ഓക്കെ. ഹലോ. ഹലോ, ഞാൻ കർത്ത. താൻ കറുത്തോന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഇതിനു മുമ്പ് താൻ വെളുത്തിട്ടായിരുന്നോ? അതല്ല, ഞാൻ രാമൻ കർത്ത. ഹലോ, ഞാൻ പാഷയാണ്. പാഷാണോ? പാഷാണോ അല്ല, പാഷ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ചായ കുടിച്ചോണ്ടിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ തന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഫോൺ തെറ്റിരിക്കാണല്ലേ? ഒരു പാർട്ടിക്ക് പോയതാ. വെറുതെ കിട്ടപ്പോ കോരി മോന്തിയല്ലേ? ആട്ടെ, ഏതാ റൂം? എവിടെ? ആ, അയ്യോ പണി, നീ എപ്പോ വന്നു? സമയമില്ലാതെ പോലീസ് പുറകെ വരണ്ട്. ഒരു ആവശ്യമായിട്ട് ഓടിക്കാതെ ഇതിനകത്ത് കയറിക്കോ. അബ്ദുള്ളയുടെ റൂമാ. ആരാത്? ഞാനാ ഗോപി പറഞ്ഞിട്ട് വന്നതാ. അസംബ്ലി പിരിച്ചുവിട്ടു. Who is that? ഞാൻ പോലീസാടാ. മര്യാദക്ക് തുറക്കുന്നവനക്ക് നല്ലത്. കുറെ നാളാടാ നിന്നെ ഞാൻ തപ്പി നടക്കണോ. ഇതെപ്പോ വന്നു? നീ എന്തിനാണ് വിളിച്ചേ? നിന്റെ മോന്താണ് ബെസ്റ്റ് ചിക്കനാണ് കൊടുത്ത. ചില്ലി പട്ടർന്നൊക്കെ പറഞ്ഞിട്ടേ ചോപ്പി മഞ്ഞൊക്കെ ആയിട്ട് ഒരുമാതിരി തൃശ്ശൂരത്തിന് ആമ്പുട്ട് പൊട്ടിയ പോലെ. എത്ര തരാ? അത് കൊണ്ടുവരുന്ന ആൾക്കാരെ കണ്ടല്ലേ എഴുന്നേറ്റ് തൊഴാനാ തോന്നും. ഒറ്റ തൊഴി വെച്ചതാണ്ടല്ലോ. ചില പിച്ചക്കാരി ഛർദ്ദിച്ചു പോലെയാവും. ഈ നക്കിക്കൊണ്ടിരുന്നോ? വല്ലോന്റെ മുറി അത് മറക്കണ്ടത്. കയ്യില് 10 പൈസ ഇല്ല. ഓ എന്തത്? 10 അമ്പതിന്റെയും ഈ തേങ്ങാപ്പൂരി എനിക്കെന്തിന്റെ കോപ്പ്?
എടാ എന്റെ കാശില്ല ഞാൻ പറഞ്ഞേ. അന്നാ നീ കുരിശ് കട്ടിപ്പിടിച്ചിരിക്കാതെ എടുത്ത് വിൽക്കടാ. കയ്യിൽ കാശ് വന്ന പിന്നെ നിനക്ക് ആരും മേടിക്കാതെ ഇഷ്ടമുള്ളത് മേടിച്ച് കഴിക്കാം. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതല്ലേ. എടാ ഞാൻ ആ ഫ്രെഡി വിളിച്ചിരുന്നു. എന്താ ഇവിടത്തെ അടുക്കള എവിടെയാണെന്ന് തോന്നണേ. ഞാൻ പറയണേ കേട്ടോ. 5 മിനിറ്റ് ലേറ്റ് ആയ വെയിറ്ററുടെ തന്തയ്ക്ക് വിളിക്കും അല്ലേ? കാണിച്ചു തരാം. 4 അടിച്ചിട്ടിരിക്കല്ലേ, അളവൽപ്പം കുറഞ്ഞാലും അറിയില്ല. ഏത് മുറി? ചിക്കൻ പീസ് ഒരെണ്ണം കുറച്ച് കഴിച്ചാൽ മതി കേട്ടോ. ഇപ്പൊ ഞാൻ പറയും. ഇപ്പൊ ഞാൻ ഇവിടുത്തെ മാനേജർ വിളിച്ചു പറയും. കാശ് കൊടുത്തിട്ട് നിന്റെ കെച്ചിലുണ്ടോ ഞങ്ങൾ കസ്റ്റമേഴ്സ് കഴിക്കാൻ? ഇനി മേലാൽ തിന്നൂല സാർ. വേണമെങ്കിൽ സാറിന് ഒരു പീസ്. വളരെ പാടുപെട്ട് കിട്ടിയ ജോലിയാണ് സാർ. സാറിന്റെ കാല് പിടിക്കാം. ആരോടും പറയരുത്. ഞാൻ എന്ത് വേണമെങ്കിലും സാറിന് വേണ്ടി ചെയ്യാം. താൻ എന്തുകൊണ്ടെങ്കിലും ചെയ്യോ? കിണറ്റിൽ ചടാനൊന്നും പറയരുത്. എനിക്ക് നീന്തൽ അറിഞ്ഞൂടാ. ഇതുപോലുള്ള ആളുകളാ സാറേ തീവണ്ടിക്ക് കള്ളവണ്ടി എന്നുള്ള ചിത്തപ്പേരുണ്ടാക്കുന്നത്. കേൾക്കുന്നവരെന്താ വിചാരിക്കുക? സാറിനെ പോലുള്ള ആളുകൾ ഇതിനകത്ത് പണിയെടുക്കുന്നുണ്ടാണെന്നല്ലേ? പിന്നെ പോലീസ് വിളിക്കും സാറേ. അത് ഞാൻ ചെയ്തിരിക്കും. സാറിന്റെ ടിക്കറ്റ്? അയ്യോ എന്റെ ടിക്കറ്റ് ഇല്ല. പിന്നെ താൻ എന്തിനാണ് ഇത്ര വലിയ വർത്തമാനം പറഞ്ഞത്? ടിക്കറ്റ് ഇല്ലെങ്കിൽ 6 മാസം തടവാ. ആര് തടവും? ഞാൻ തടവോ സാറ് തടവോ? നമ്മൾ തമ്മിലാണോ പോലീസ് തടവുന്നു? അയ്യോ അത് വേണ്ട. 2 ടിക്കറ്റ് എടുത്തോ. രണ്ടാൾക്കും? ഒന്ന് എനിക്കും പിന്നെ ഒന്ന് തീപ്പിട്ടി കുളിക്കും. ഇളരാതെ ഇതെന്റെ വകയിലുള്ള ഒരു അമ്മൂമ്മയാ. കിന്നാരം ചോക്കിന്റെ ടിക്കറ്റ് എടുത്തോ. ഇന്ന് ആരെയാണാവോ കണിയേണ്ടത്? 1450 രൂപ 50 പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്തോരം കഷ്ടപ്പെടണം. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തോരം ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി തിന്നാം. എന്താട്ടാ? ആ ഇത്രയും വലിയൊരു തുക മുടക്കാൻ ഈ കുട്ടി എന്റെ ബന്ധുവാണോ, ഭാര്യയാണോ, എന്റെ പെങ്ങളാണോ, അമ്മയാണോ, അറ്റ്ലീസ്റ്റ് എന്റെ അയൽവക്കത്തുള്ള ചേച്ചിയാണോ? അതൊക്കെ പോട്ടെ, വഴിയരികിലിരിക്കുന്ന പിച്ചക്കാരിയാണോ? അല്ല പിന്നെന്താ ഞാനിതൊക്കെ ചെയ്യാൻ കാരണം? എന്റെ മനുഷ്യത്വം, വെറും മനുഷ്യത്വം. അല്ല ഏട്ടാ, പെണ്ണായതുകൊണ്ടാണോ ഞാനിതൊക്കെ ചെയ്തതെന്ന് ചന്നനോട് ചോദിക്കേ. എന്നാൽ അല്ല, ആണായിരുന്നാലും ഞാനിത് തന്നെ ചെയ്യുള്ളൂ. എന്താ കാരണം? മനുഷ്യത്వం. అలా చేరనదు మేటతే ఏమండి నాకు అర్థమైందా చెప్పండి. అరే మీరు తెలుగులో చెప్పండి. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒന്നുമില്ലേ? ഓ അതിന് ഭാഷയില്ല. നന്ദി. പന്നിന്നാ? ആരടി പന്നി? നന്ദി, താങ്ക്സ് എന്ന് പറഞ്ഞതാ. ഓ ഇപ്പോഴാ മനസ്സിലായത്. 1450 50 പൈസക്ക് കിട്ടണ കോപ്പാണ് നന്ദിന്ന്. ഈ സായിപ്പന്മാർ ഇന്ത്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ സോറിയും താങ്ക്സ് ഒന്നും കേൾക്കേണ്ടി വരൂലായിരുന്നല്ലോ. ഓ ഒന്നുമില്ലേ? ആയിക്കോട്ടെ. രൂപ 50 പൈസ ഒരു ശരാശരി മനുഷ്യൻ ഉണ്ടാക്കണമെങ്കിൽ. എടോ കാശ് ഞാൻ അയച്ചു തരാം. 1550 കിടന്ന് കുറയ്ക്കണ്ട. തന്റെ അഡ്രസ് പറ. നീ എന്റെ അമ്മമ്മയുടെ വീട്ടിലേക്ക്. എനിക്ക് അഡ്രസ് ഇല്ല. അതെനിക്ക് തന്നെ കണ്ടപ്പോഴേ മനസ്സിലായി. എവിടുന്ന് കയറി വന്നോ? എനിക്കിത് എന്നെ കിട്ടണം. 1450 രൂപ 50 പൈസ മുടക്കിയ എനിക്കിത് എന്നെ ഒന്നുമില്ല. എന്റെ അമ്മോ. അല്ല അറിയേണ്ട കാര്യം ഉണ്ടായിട്ട് ചോദിക്കല്ല, കാശ് മുടക്കി തന്നെ അയക്കുന്നോണ്ട് ചോദിക്കുക. എന്തിനാ മെഡിഗിരിക്ക് കുറ്റിയും പറിച്ച് പോണേ? ആ പോലീസുകാരോട് എന്തൊക്കെ പറഞ്ഞിട്ടല്ല. കണ്ണിക്കണ്ട പോലീസുകാരോട്. ഓ എനിക്ക് വയ്യ. കണ്ണിക്കണ്ട പോലീസുകാരോട് മുഴുവൻ എന്ത് വേണേലും പറയാം. 1450 രൂപ 50 പൈസ മുടക്കിയ എന്നോട് പറയാൻ പാടില്ല. നിർത്തോ. കുറെ നേരം തന്നെ തൊഴുകണോ? ഞാൻ എന്താണോ ഹനുമാൻ സമയം എഴുതിട്ട് പോടോ. അവന്റെ അമ്മൂമ്മയുടെ തൊഴുകല്.